Hello dears, welcome back to ISKC English. Hello dear students. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്കാനിങ്ങും അതുപോലെ തന്നെ സ്കിമ്മിങ്ങും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്യുന്നത്. സ്കാനിങ്ങും സ്കിമ്മിങ്ങും ഒക്കെ എന്താണെന്നറിയാലോ, അതായത് റീഡിങ്ങിൻ്റെ ടൈപ്സ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ റീഡിങ്ങിൻ്റെ ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് റീഡിങ്ങിൻ്റെ ടൈപ്സ്. അതിൽ നമ്മൾ സ്കിമ്മിങ്ങും പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ സ്കാനിങ്ങും പറഞ്ഞു. ഇന്ന് നമ്മൾ ക്ലോസ് റീഡിങ് അല്ലെങ്കിൽ തറോ റീഡിങ്, ക്ലോസ് റീഡിങ്ങിൻ്റെ മറ്റൊരു പേരാണ് തറോ റീഡിങ്, അതുപോലെ തന്നെ അമ്യൂസീവ് റീഡിങ്, പിന്നെ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് എസ് ആയിട്ട് ചോദിക്കാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ചോദിക്കാൻ പറ്റും. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കിമ്മിങ് എന്താണെന്നൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, സ്കാനിങ് ചോദിക്കാം, അതുപോലെ തന്നെ ക്ലോസ് റീഡിംഗ് ഒക്കെ ചോദിക്കാറുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്ലോസ് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നിച്ച് ടൈപ്സ് ഓഫ് റീഡിംഗ് എന്നുള്ള ജസ്റ്റ് ഒരു എസ് എ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അത്തരം ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനോ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ 5 എണ്ണം എന്താന്നുള്ളത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. എന്നാൽ ക്ലോസ് റീഡിങ് മാത്രം ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിനും നമുക്ക് ഉപകരിക്കുന്ന തരത്തിൽ എസ് എ ക്വസ്റ്റ്യൻ ആയാലും ശരി, ക്ലോസ് റീഡിങ് സെപ്പറേറ്റ് ആയാലും ശരി, നമുക്ക് 2 തരത്തിലും ഉപകരിക്കുന്ന ഒരു ആൻസർ കേട്ടോ. അത്തരം ഒരു ആൻസറാണ് ഞാൻ നൽകുന്നത്. അപ്പോൾ ഈ ഒരു ആൻസർ വലിപ്പം ഉണ്ടാവും. കാരണം ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അത്തരം ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ആൻസർ പറയുന്നത്. ഒന്നിച്ച് എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്താണ് ക്ലോസ് റീഡിങ് അല്ലെങ്കിൽ തറോ റീഡിങ് എന്നുള്ളത് ഉൾപ്പെടുത്തിയാൽ മതി. ഇതിൻ്റെ സ്റ്റെപ്സ് എന്ത് ചെയ്യണ്ട, ഉൾപ്പെടുത്തണ്ട. പാരഗ്രാഫിന് ചോദിക്കുകയാണെങ്കിൽ ഉൾപ്പെടുത്തും വേണം. എന്നാൽ ഇനി ഞാൻ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ക്ലോസ് റീഡിങ് ഓർ തറോ റീഡിങ്. അപ്പോൾ നോക്കിക്കോളൂ എന്താണ് ക്ലോസ് റീഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് റീഡിങ് ദ ഹോൾ ടെക്സ്റ്റ്. മൊത്തം ടെക്സ്റ്റ്, ഹോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ദ ടെക്സ്റ്റ്, മുഴുവനായിട്ടും ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് മുഴുവനായിട്ടും വായിക്കണം വിത്തൗട്ട് സ്കിപ്പിംഗ് എനി പാർട്ട് ആൻഡ് പേയിങ് കീൻ അറ്റൻഷൻ ടു എവറി വേർഡ്, സെന്റൻസ് ആൻഡ് പങ്ക്ച്വേഷൻ മാർക്സ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് thoroughly and deeply. അപ്പം എന്താ പ്രത്യേകത, ഇവിടെ റീഡിങ് പ്രോസസ്സാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് മൊത്തമായിട്ട് വായിക്കും വിത്തൗട്ട് സ്കിപ്പിംഗ്. നമ്മൾ ഒരു ഭാഗം വിത്തൗട്ട് സ്കിപ്പിംഗ് എനി പാർട്ട്, ഒരു പാർട്ടും നമ്മൾ ഒഴിവാക്കുന്നില്ല. പേയിങ് കീൻ അറ്റൻഷൻ ടു എവറി വേർഡ്. നമ്മൾ വായിക്കുമ്പോൾ ഓരോ വാക്കിനും നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കും. കീൻ അറ്റൻഷൻ ടു എവറി വേർഡ്, സെന്റൻസ് ആൻഡ് പങ്ക്ച്വേഷൻ മാർക്സ്. ഒന്നും ഒഴിവാക്കണില്ല. വാക്കുകളും സെന്റൻസുകളും ചിഹ്നങ്ങളും എല്ലാം ശ്രദ്ധിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് തറോലി, തറോ ആയിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, ഡീപ്ലി, വളരെ ഡീപ്പായിട്ട്. അപ്പോൾ ഒരു ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് വളരെ തറോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് ഓരോ വാക്കും അതുപോലെ തന്നെ സെന്റൻസും പങ്ക്ച്വേഷൻ മാർക്സും എല്ലാം സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ച് വായിക്കുകയാണ്. ക്ലോസ് റീഡിംഗ് ഈസ് ദ റിവേഴ്സ് ഓഫ് സ്കിമ്മിങ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് സ്കിമ്മ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ക്ലോസ് റീഡിങ്. അതായത് നമ്മൾ സ്കിമ്മിങ് എന്താണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പോർഷൻസ് സ്കിപ്പ് ചെയ്തിട്ടുള്ള, അതായത് ആ പുസ്തകത്തെക്കുറിച്ച് ഒരു ജനറൽ ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വായന. ആ ഒരു സ്കിമ്മിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ക്ലോസ് റീഡിങ്. ക്ലോസ് റീഡിങ് ഈസ് ദ റിവേഴ്സ് ഓഫ് സ്കിമ്മിങ് എ ടെക്സ്റ്റ്. ക്ലോസ് റീഡിങ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. എന്താണ് ക്ലോസ് റീഡിങ്ങിന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം? ക്ലോസ് റീഡിങ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. എന്താ കാര്യം എന്നറിയോ? ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് റീഡേഴ്സ് ഇൻ ഫുള്ളി കോംപ്രിഹെൻഡിങ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ, ഫുള്ളി കോംപ്രിഹെൻഡ്, ഒന്നും ഒഴിവാക്കാതെ കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മുഴുവനായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ ഒരു റീഡറെ സഹായിക്കുന്നു.
The approach enables readers in understanding how an author consciously employed particular phrases and literary devices. ഈ ഒരു അപ്രോച്ച്, ഈ ഒരു രീതി, ഈ ഒരു റീഡിംഗ് റീഡറെ സഹായിക്കുന്നു. എന്തിനു വേണ്ടി സഹായിക്കുന്നു? ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ആൻ ഓതർ കോൺഷ്യസ്ലി എംപ്ലോയിഡ്, എങ്ങനെയാണ് ഓതർ വളരെ ബോധപൂർവം കോൺഷ്യസ്ലി എംപ്ലോയിഡ് പെർട്ടിക്കുലർ ഫ്രേസസ് ആൻഡ് ലിറ്റററി ഡിവൈസസ്, ചില പ്രത്യേക ലിറ്റററി ഡിവൈസസ്, ചില പ്രത്യേക സാഹിത്യ ട്രിക്കുകൾ, അലങ്കാരങ്ങൾ, അതുപോലെ തന്നെ ചില ഫ്രേസുകളെ എങ്ങനെയാണ് ഓതർ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു ഹൈലൈറ്റ് ദ മെയിൻ കോൺസെപ്റ്റ്. ഈ ഒരു പുസ്തകത്തിനകത്തെ പ്രധാന ആശയത്തെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രധാന ആശയത്തെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി ചില പ്രത്യേക ലിറ്റററി ഡിവൈസുകൾ, ലിറ്റററി ടെക്നിക്സ്, അതുപോലെ തന്നെ ചില ഫ്രേസുകളെ എങ്ങനെയാണ് ഓതർ എംപ്ലോയിഡ് ആക്കിയിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ ഈ ഒരു അപ്രോച്ച്, ഈ ഒരു വായനാ രീതി റീഡറെ സഹായിക്കുന്നു. എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മെറ്റീരിയൽ. ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു ടെക്സ്റ്റിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത്. ഏതൊരു ടെക്സ്റ്റ് ആണെങ്കിലും അത് ഡീപ്പായി മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താ? ഗുണം ഹെൽപ്സ് ഇൻ ക്രിട്ടിക്കൽ അനാലിസിസ്. ആ ടെക്സ്റ്റിനെ ഒരു നിരൂപണം നടത്തുന്നതിന് അത് സഹായിക്കും. അപ്പൊ ഏതൊരു ടെക്സ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും അതിനെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്നതിന്, അതിനെ ഒരു നിരൂപണം ചെയ്യുന്നതിന് ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മെറ്റീരിയൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് അത്യാവശ്യമാണ്. എന്നാൽ ഒരു ടെക്സ്റ്റിന്റെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ലഭിക്കുന്നതിന് നമ്മൾ എന്തു ചെയ്യണം? ആ ടെക്സ്റ്റിനെ നമ്മൾ ക്ലോസ് റീഡിങ് അല്ലെങ്കിൽ തറോ റീഡിങ് ചെയ്യണം. എക്സാമ്പിൾ, തറോ റീഡിങ് അല്ലെങ്കിൽ ക്ലോസ് റീഡിങ്ങിനുള്ള ഒരു എക്സാമ്പിൾ. ആര് എപ്പോ ക്ലോസ് റീഡിങ് അല്ലെങ്കിൽ തറോ റീഡിങ് നടത്തും? റീഡിങ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഫോർ സ്റ്റഡി. അതായത് നമ്മൾ പഠനത്തിന്റെ ഭാഗമായിട്ട് എക്സാമിന് വേണ്ടി പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് റീഡ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടെക്സ്റ്റ് വായിച്ചു പറയുന്നത്, ഞാനൊരു ക്ലോസ് റീഡിംഗ് നടത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ നോട്ട് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങൾ പഠനത്തിന് വേണ്ടി റീഡിംഗ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്, ഏതെങ്കിലും ടെക്സ്റ്റ് അല്ല, പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഫോർ സ്റ്റഡി, പഠനത്തിന് വേണ്ടി ആ ഒരു സിലബസിൽ നിശ്ചയിച്ച ടെക്സ്റ്റുകൾ വായിക്കുന്നത് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ക്ലോസ് ഓർ തറോ റീഡിംഗ്. അടുത്തതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ക്ലോസ് റീഡിംഗ്. ക്ലോസ് റീഡിങ്ങിൽ ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ. ക്ലോസ് റീഡിങ്ങിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? 3 സ്റ്റെപ്പാണ് വരുന്നത്. പഠിക്കണം കേട്ടോ. 5 മാർക്കിന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ ഈ സ്റ്റെപ്പൊക്കെ എഴുതണം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് റീഡിങ് ദ ടെക്സ്റ്റ് തറോലി എന്നുള്ളതാണ്. തറോ ആയിട്ട്, നന്നായിട്ട്, തറയല്ല തറോ, തറോലി, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം, ടെക്സ്റ്റ് തറോ ആയിട്ട് വായിക്കാം. റീഡർ ഷുഡ് മേക്ക് ആൻ എഫേർട്ട് ടു കോംപ്രിഹെൻഡ് the most crucial concepts and components of a text. ഒരു റീഡർ ആ ഒരു ടെക്സ്റ്റിൽ പറയുന്ന നിർണായകമായിട്ടുള്ള കോൺസെപ്റ്റുകൾ, ഒരു ടെക്സ്റ്റിൽ പറയുന്ന നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ടെക്സ്റ്റിന്റെ ഭാഗങ്ങൾ, കമ്പോണൻസ് ഓഫ് എ ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റിന്റെ കമ്പോണൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ റീഡർ ശ്രമിക്കേണ്ടതുണ്ട്, നിർബന്ധമാണ്. റീഡർ ഷുഡ് മേക്ക് ആൻ എഫേർട്ട് ടു കോംപ്രിഹെൻഡ്, മനസ്സിലാക്കാൻ റീഡർ നിർബന്ധമായിട്ടും ശ്രമിക്കണം. റീഡർ കോംപ്രിഹെൻഡ് ചെയ്യണം ദ മോസ്റ്റ് ക്രൂഷ്യൽ കോൺസെപ്റ്റ്സ് ആൻഡ് കമ്പോണൻസ് ഓഫ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൽ പ്രതിപാദിക്കുന്ന നിർണായകമായ കോൺസെപ്റ്റ് എന്താ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, രണ്ടാമത്തേത്
ആ ടെക്സ്റ്റിന്റെ കമ്പോണൻസ്, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഭാഗങ്ങൾ ചേർന്നതാണ് ആ ടെക്സ്റ്റ്, ഇത് നിർബന്ധമായിട്ടും റീഡർ മനസ്സിലാക്കണം. പിന്നെയോ റീഡർ ഷുഡ് ഫൈൻഡ് ഔട്ട് ദ സെൻട്രൽ തീം. എന്തൊന്നാണെങ്കിലും അതിലെ കേന്ദ്ര ആശയം കണ്ടെത്തണം. അപ്പൊ കേന്ദ്ര ആശയം കണ്ടെത്തിയാൽ അടുത്തതായിട്ട് കണ്ടെത്തേണ്ടത് ക്യാരക്ടേഴ്സ്, അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തണം. ആൻഡ് ദയർ ഡയലോഗ്സ്, അവർക്ക് സംസാരമുണ്ടോ, അവർ സംസാരിക്കുന്നുണ്ടോ, അവർ എന്താണ് സംസാരിക്കുന്നത്, അവർ സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്താണ്, ഇതെല്ലാം റീഡർ മനസ്സിലാക്കണം. അപ്പൊ ഇതെല്ലാം റീഡർ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ തറോ റീഡിങ് എന്ന് പറയാം. അപ്പൊ ഒന്നാമത് ചെയ്യേണ്ട കാര്യം തറോ റീഡിങ് ആണ്. അപ്പൊ തറോ റീഡിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വേണ്ടത്? അതായത് ആ ടെക്സ്റ്റിന്റെ കമ്പോണൻസ്, അതുപോലെ തന്നെ സെൻട്രൽ കോൺസെപ്റ്റ്, പിന്നെ അതിനുശേഷം മനസ്സിലാക്കേണ്ടത് അതിലെ തീം, ക്യാരക്ടേഴ്സിന്റെ ഡയലോഗ്സ്, ഇതൊക്കെ തറോ റീഡിങ്ങിന്റെ ഭാഗമാണ്. തറോ റീഡിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സ്. ആ പുസ്തകത്തിനകത്ത് വരുന്ന അതിൻ്റെതായ പാറ്റേണുകളും മെത്തേഡുകളും, എന്തെല്ലാം മെത്തേഡുകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്, എന്തെല്ലാം പാറ്റേണുകളാണ്, ഇവിടെ എന്തൊക്കെയാ റീഡർ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ദ റീഡർ ഷുഡ് തിങ്ക് അബൌട്ട് ദ പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സ്. അതായത് ടെക്സ്റ്റ് വായിച്ചു, തീം മനസ്സിലാക്കി, ക്യാരക്ടേഴ്സിനെ കണ്ടെത്തി, ക്യാരക്ടേഴ്സിന്റെ സംസാരം നോക്കി, അതൊക്കെ നോക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് റീഡറുടെ ചിന്ത പോവേണ്ടത് ആ ഒരു ടെക്സ്റ്റിനകത്ത് എന്തെല്ലാം പാറ്റേണുകളും മെത്തേഡുകളും, അതായത് നറേറ്റീവ് ടെക്നിക്സ്, നറേറ്റീവ് മെത്തേഡുകൾ, സ്റ്റൈലുകൾ, അത് എന്തൊക്കെയാണ് റൈറ്റർ അഡോപ്റ്റ് ചെയ്തത് അതിനെക്കുറിച്ച്. അതായത് അതിൻ്റെ സ്റ്റൈലുകൾ, അതിൻ്റെ രീതികൾ, ടെക്നിക്സ് ഇൻവോൾവ്ഡ് ഇൻ ഓർ മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ റൈറ്റിംഗ്, അത് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കണം. റീഡേഴ്സ് എന്ത് ചെയ്യണം? വായിക്കുന്നവരെ എക്സാമിൻ ചെയ്യണം, പരിശോധിക്കണം. എന്ത്? ഹൗ ദ ടെക്സ്റ്റ് ഈസ് ഓർഗനൈസ്ഡ്, ഹൗ ദ ടെക്സ്റ്റ് ഈസ് ഓർഗനൈസ്ഡ്, എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, ഇതിന് പല ഭാഗങ്ങളുണ്ടോ, ഇതിന് പല സെക്ഷൻസ് ഉണ്ടോ, അപ്പൊ അതിന്റെ ഓർഗനൈസേഷനെ കുറിച്ച് എന്ത് ചെയ്യണം? ചിന്തിക്കണം. അതുപോലെ തന്നെ ദ റിക്കറിംഗ് തീംസ്, ആവർത്തിച്ചു വരുന്ന ആശയങ്ങൾ, എന്തെങ്കിലും ഇതിൽ ആവർത്തിച്ചു വരുന്നുണ്ടോ. ആൻഡ് ലിറ്റററി ഡിവൈസസ് ലൈക്ക് മെറ്റഫർ ഓർ ഹൈപ്പർബളി, അതുപോലെ ഇതിനകത്ത് എന്തെല്ലാം പോയറ്റിക് ഡിവൈസസ് ആണ്, ലിറ്റററി ഡിവൈസസ്, അലങ്കാരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്ത് മെറ്റഫറോ അതല്ലെങ്കിൽ ഹൈപ്പർബലിയോ പോലുള്ള ഇതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ഹൈപ്പർബലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാജറേഷൻ ആണ്, അതിശയോക്തി വരുന്ന രീതിയിൽ വരുന്ന സംസാരങ്ങൾ. അപ്പൊ ഇതുപോലെ എന്തൊക്കെ പോയറ്റിക് ഡിവൈസസ്, ടെക്സ്റ്റിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, അതൊക്കെയാണ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ദ പാസേജ് എന്നുള്ളതാണ്. അതായത് പാസേജ് വീണ്ടും വായിക്കാം, ഒരു വായന പോരാ. നോക്കൂ എന്താ പറയുന്നത്. ദ റീഡർ ഷുഡ് ബിക്കം ഫെമിലിയർ വിത്ത് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി ടെക്സ്റ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് റീഡിങ്. ആദ്യം ഒന്ന് വായിക്കാം, ആ വായനയിൽ ആ ടെക്സ്റ്റിന്റെ സബ്ജക്റ്റ് എന്താണ് അതിലെ വിഷയം, അത് റീഡർ എന്തായിരിക്കണം? മനസ്സിലാക്കിയെടുക്കണം. ആ ഒരു വിഷയവുമായിട്ട് ഒരു പരിചയം, റീഡർ ഒന്ന് ഫെമിലിയർ ആവണം. അതിനുശേഷം രണ്ടാമത്തെ വായന. ദ റീഡർ ഷുഡ് റീഡ് ദ ഫുൾ ചാപ്റ്റർ എ സെക്കൻഡ് ടൈം. ഇപ്പൊ ആദ്യ വായനയിൽ ആ ഒരു ടെക്സ്റ്റിനകത്ത് വരുന്ന സബ്ജക്റ്റ് ഫെമിലിയറൈസ് ചെയ്തു, മനസ്സിലാക്കിയെടുത്തു. ഒന്നുകൂടി വായിക്കാം ഒരു സെക്കൻഡ് ടൈം. ദ ഫുൾ ചാപ്റ്റർ എ സെക്കൻഡ് ടൈം, രണ്ടാമത് വായിക്കാം. അങ്ങനെ രണ്ടാമത് വായിക്കുമ്പോൾ വിത്ത് എ മോർ ഫോക്കസ് എന്ത് ചെയ്യാം? കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഓൺ ഓർഗനൈസേഷണൽ പാറ്റേൺസ്.
അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാം. രണ്ടാമത് അതിൻ്റെ ഓർഗനൈസേഷണൽ പാറ്റേൺ, എങ്ങനെയാണ് ആ ടെക്സ്റ്റിൻ്റെ ഒരു രൂപം, എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്, എന്തെല്ലാം ടെക്നിക്സ് ആണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷണൽ പാറ്റേൺസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു സെക്കൻഡ് ടൈം റീഡ് ചെയ്യുക. ഇതിനാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് റീഡ് ദ പാസേജ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ക്ലോസ് റീഡിങ് അല്ലെങ്കിൽ തറോ റീഡിങ്. അപ്പൊ മലയാളത്തിൽ ഞാൻ ഒന്ന് ചുരുക്കി പറയാം. ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്നും വിട്ടുപോകാതെ, ഒരു വാക്കോ കുത്തോ കോമയോ ഒഴിവാക്കാതെ പൂർണ്ണമായിട്ടും വായിക്കുന്നതാണ് ക്ലോസ് റീഡിങ്. ക്ലോസ് റീഡിങ്ങിന് 3 സ്റ്റെപ്പ് വരുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് തറോ റീഡിംഗ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാറ്റേൺസ് അല്ലെങ്കിൽ മെത്തേഡ്സ് മനസ്സിലാക്കലാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് റീഡിംഗ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് അടുത്ത റീഡിംഗ് ടൈപ്പാണ്. അടുത്ത ടൈപ്പ് വരുന്നത് അമ്യൂസീവ് റീഡിംഗ് ആണ്. എന്താണ് അടുത്ത ടൈപ്പ് വരുന്നത്? അമ്യൂസീവ് റീഡിംഗ്. ഈ അമ്യൂസീവ് റീഡിംഗ് ഒരുപാടൊന്നുമില്ല, ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ജസ്റ്റ് റീഡിംഗ് ടൈപ്പ് ചോദിക്കുമ്പോൾ എഴുതാൻ, അത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. എന്താണ് അമ്യൂസീവ് റീഡിംഗ്? റീഡിംഗ് ഫോർ പ്ലഷർ ഈസ് നോൺ ആസ് അമ്യൂസീവ് റീഡിംഗ്. അതായത് പ്ലഷറിന് വേണ്ടി, എൻജോയ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ ആനന്ദം അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയുള്ള വായനയ്ക്കാണ് അമ്യൂസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. റീഡർ ക്യാൻ ചൂസ്. ഇത്തരം ഒരു വായനയിൽ ഒരു റീഡർക്ക് തെരഞ്ഞെടുക്കാം. റീഡർ ക്യാൻ ചൂസ് ദ ടെക്സ്റ്റ് ആസ് ഹിസ് പ്രിഫറൻസ്. റീഡർക്ക് റീഡറുടെ താല്പര്യം അനുസരിച്ച്, റീഡറുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇഷ്ടമുള്ള ടെക്സ്റ്റ് തിരഞ്ഞെടുത്ത് വായിക്കാം. അതായത് ഞാൻ BA പഠിക്കുമ്പോൾ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അതായത് ഞാൻ സെക്കൻഡ് സെമ്മിന് ഏതൊക്കെ പുസ്തകം വായിക്കണം എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ പ്രിഫറൻസ് അല്ല, എൻ്റെ താല്പര്യമാണ്. എന്നാൽ അതേസമയം ഞാൻ BA ഏത് പഠിക്കണം അത് എൻ്റെ പ്രിഫറൻസാണ്. ഞാൻ BA ഇംഗ്ലീഷ് പഠിക്കണോ, മലയാളം പഠിക്കണോ, ഹിസ്റ്ററി പഠിക്കണോ, പൊളിറ്റിക്സ് പഠിക്കണോ, ഏത് പഠിക്കണം അത് എൻ്റെ പ്രിഫറൻസാണ്. പക്ഷെ അത് എനിക്ക് ചോയ്സാണ്. എന്നാൽ അതിൽ ഞാൻ എന്തൊക്കെ പുസ്തകങ്ങൾ പഠിക്കണം അത് നമ്മളുടെ പ്രിഫറൻസ് അല്ല, അത് യൂണിവേഴ്സിറ്റി തീരുമാനിക്കും. എന്നാൽ അമ്യൂസീവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരാൾ എന്ത് വായിക്കണം, കാരണം ആസ്വാദനത്തിന് വേണ്ടി ഒരാൾ എന്ത് വായിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണ്. കാരണം നിങ്ങൾക്ക് ഞാൻ എന്ത് ക്ലാസ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ മാത്രം താല്പര്യം നോക്കിയല്ല, അല്ലേ? ഞാൻ ഈ പുസ്തകത്തിന്റെ സിലബസ് നോക്കിയിട്ടാണ്. അതായത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ, ഈ പേപ്പറിനകത്ത് എന്തെല്ലാം വരുന്നുണ്ട്, ആ വരുന്ന കാര്യങ്ങൾ, അല്ലേ? ഇപ്പൊ ഈ പറയുന്ന ഈ ഒരു കോർ പേപ്പറിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കണം എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. ഞാൻ ആ കാര്യങ്ങളാണ് എനിക്ക് അതേ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ എന്ത് പഠിക്കണമെന്ന് നിങ്ങൾക്കും യൂണിവേഴ്സിറ്റി സിലബസ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. സബ്ജക്റ്റ് അതിനകത്ത് വരുന്നതെല്ലാം പഠിക്കണം, എന്നാലേ നമ്മൾ പാസ്സാവും, മാർക്ക് കിട്ടും. എന്നാൽ അമ്യൂസീവ് റീഡിംഗ് അങ്ങനെയല്ല. മാത്രമല്ല, ദ റീഡർ ക്യാൻ ഇഗ്നോർ അൺഫെമിലിയർ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. ഒരു അമ്യൂസീവ് റീഡിങ്ങിൽ റീഡർ വായിക്കുമ്പോൾ അയാൾക്ക് പരിചയമില്ലാത്ത പദങ്ങൾ, അയാൾക്ക് താല്പര്യമില്ലാത്ത ഫ്രേസുകൾ, വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഉപയോഗം എന്താണെന്ന് ഡിക്ഷണറിയോ മറ്റോ നോക്കി തെരഞ്ഞെടുത്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റീഡർക്ക് അത് ഇഗ്നോർ ചെയ്യാം, അത് അവഗണിക്കാം, ഒഴിവാക്കാം. ദിസ് ടൈപ്പ് ഓഫ് റീഡിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ടൈം പാസ് റീഡിംഗ്. ഈ അമ്യൂസീവ് റീഡിങ്ങിന്റെ മറ്റൊരു പേരാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. അമ്യൂസീവ് റീഡിങ്ങിന്റെ അനദർ നെയിം, മറ്റൊരു പേരാണ് ഈസ് ആൾസോ നോൺ ആസ് ടൈം പാസ് റീഡിംഗ്. എന്താ മറ്റൊരു പേര്? ടൈം പാസ് റീഡിംഗ്. എക്സാമ്പിൾ, റീഡിംഗ് എ നോവൽ വൈൽ ട്രാവലിംഗ്. നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ മറ്റോ നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ ഒരു നോവൽ വായിക്കാം. കാരണം മിക്കവാറും നമ്മൾ ട്രെയിൻ ജേർണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്തായിരിക്കും, ബസ്സും എന്തായിരിക്കും, ലോങ് ആയിരിക്കും. അപ്പൊ ഇത്തരം യാത്രകളിൽ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോവാണ്, മിക്കവാറും ഒരു നൈറ്റ് അല്ലെങ്കിൽ ഒരു ഡേ നമുക്ക് ട്രാവൽ വരും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുസ്തകം ഇരുന്ന് വായിക്കാൻ പറ്റും.
ആ വായനയിൽ നമുക്ക് അറിയാത്ത വാക്കുകൾ നമ്മൾ ഡിക്ഷണറി വെച്ച് കണ്ടെത്തേണ്ട കാര്യമല്ല. അറിയാത്ത വേർഡ് വരുമ്പോൾ ആ വേർഡ് അങ്ങോട്ട് ഫ്രേസ് വരുമ്പോൾ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യാം അല്ലേ. അപ്പൊ ഈ ഒരു വായന അമ്യൂസീവ് റീഡിങ്ങിന് എക്സാമ്പിൾ ആണ് റീഡിങ് എ നോവൽ വൈൽ ട്രാവലിംഗ്. ഇനി അടുത്ത ടൈപ്പ്, ലാസ്റ്റ് ടൈപ്പാണ്. ഇതോടുകൂടി റീഡിംഗ് എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞു. ഈ ചാപ്റ്ററും നമ്മൾ ഇന്ന് ഫിനിഷ് ചെയ്യും. നമുക്ക് അടുത്ത റീഡിംഗ് ടൈപ്പ് വരുന്നത് റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലൂടെ വായിക്കാം. വരികൾക്കിടയിൽ നിന്നും എന്താ കിട്ടുക? വരികൾക്കിടയിൽ എന്താ കിട്ടുക? നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ വരി വായിക്കണ്ടേ. പക്ഷെ ഇവിടെ പറയുന്നത് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ മീനിങ് കണ്ടെത്തുക എന്നുള്ളതാണ്. വരികൾക്കിടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആന്തരിക അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ വെറും വായിച്ചാൽ പോരാ, നമ്മളുടെ തല അല്ലെങ്കിൽ ബ്രെയിന് കൂടി വർക്ക് ചെയ്യണം. ബ്രെയിന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തുദ്ദേശിച്ചു, എന്താണ് കവി അല്ലെങ്കിൽ റൈറ്റർ ഓർ നോവലിസ്റ്റ് ഓർ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആരാണെങ്കിലും എന്ത് ഉദ്ദേശിച്ചു എന്ന് കണ്ടെത്തുന്ന വായന. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മീൻസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗിവിങ് കീൻ അറ്റൻഷൻ, നല്ല ശ്രദ്ധ കൊടുത്ത് വായിക്കാം. കീൻ അറ്റൻഷൻ, നല്ല ശ്രദ്ധ കൊടുത്ത് വായിക്കാം. ടു എവറി ഡീറ്റെയിൽ ഓഫ് ദ ടെക്സ്റ്റ്, ടെക്സ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും, ടെക്സ്റ്റിന് എവറി ഡീറ്റെയിൽ ഒന്നും വിട്ടുപോവാതെ നല്ല ശ്രദ്ധ കൊടുത്ത് നന്നായിട്ട് വായിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിസ്കവർ ഹിഡൻ മീനിങ്സ്, അതായത് ഒളിച്ചു കിടക്കുന്ന അർത്ഥങ്ങൾ അല്ലേ. ചില പഴഞ്ചൊല്ലുകൾ, ചില ദൈവവചനങ്ങൾ അല്ലേ, ബൈബിൾ ലൈൻസ്, ഭഗവത്ഗീത അല്ലെങ്കിൽ ഖുർആനിലെ വരികൾ, അവയ്ക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. ആ അർത്ഥങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? കീൻ അറ്റൻഷൻ ടു എവറി ഡീറ്റെയിൽ, നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം. അതുമാത്രം പോരാ, ഹിഡൻ മീനിങ്സ് കിട്ടണമെങ്കിൽ എന്തും കൂടി വേണം? ഫോളോവിങ് സർട്ടൻ സജഷൻസ് ആൻഡ് ക്ലൂസ്, ആ വരികൾക്കുള്ളിൽ വരുന്ന അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ചില ക്ലൂകൾ, ചില ക്ലൂ അല്ലെങ്കിൽ ചില സജഷൻസ് ഉണ്ടാവും. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പറയാ സജസ്റ്റീവ് മീനിങ് എന്നാ പറയാ, വ്യഞ്ജന, സജസ്റ്റീവ് മീനിങ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ അതിൽ ചില സംഭവങ്ങൾ ഉണ്ടാവും, ഒളിഞ്ഞു കിടക്കുന്ന നമുക്ക് നൽകുന്ന ചില സൂചനകൾ ഉണ്ടാവും. അതിനാണ് സജഷൻസ് എന്ന് പറയാൻ, ക്ലൂ. കാരണം അത്തരം ചില ക്ലൂ ഉണ്ടാവും. ആ ക്ലൂ ഫോളോ ചെയ്യണം. ആ ക്ലൂ ഫോളോ ചെയ്തിട്ട്, സജഷൻസ് ഫോളോ ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് വായിച്ച് ഹിഡൻ മീനിങ്സ് കണ്ടെത്തുന്ന ശൈലിക്ക് അല്ലെങ്കിൽ രീതിക്കാണ് നമ്മൾ റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് റീഡിംഗ് റിക്വയേഴ്സ്, ഇത്തരത്തിലുള്ള വായനയ്ക്ക് ആവശ്യമാണ് വൈഡ് നോളേജ്, നല്ല നോളേജ് വേണം. കാരണം ഇത്തരത്തിൽ ഇപ്പൊ നമ്മളൊരു കവിത വായിക്കുമ്പോൾ കവിതയ്ക്ക് ഇന്നർ മീനിങ് ഉണ്ടായിരിക്കും. ആ ഇന്നർ മീനിങ് കിട്ടണമെങ്കിൽ എന്തു വേണം? നല്ല നോളേജ് വേണം, വൈഡ് നോളേജ് വേണം. മാത്രം പോരാ, അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ മൈൻഡ്, കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ, അതിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു മൈൻഡ് വേണം. ആ വരിക്ക് അകത്ത് എന്താ? കാരണം ചില ആളുകൾ ചില സംസാരങ്ങളോ മറ്റോ കേട്ട് കഴിഞ്ഞാൽ ചിലരിങ്ങനെ ചിന്തിക്കും, എന്താണ് അയാൾ ഉദ്ദേശിച്ചത്? ആ പറഞ്ഞതിൻ്റെ അകത്ത് മറ്റെന്തൊക്കെയോ ഉദ്ദേശം ഉണ്ടല്ലോ, ആ മറ്റെന്തൊക്കെയോ കണ്ടെത്താം. അതായത് പുറമെ കാണുന്ന അർത്ഥത്തിന് പുറമെ അതിലുപരിയായിട്ട് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള മറ്റെന്തൊക്കെയോ അതിൽ അണ്ടർലൈങ് ആയിട്ടുള്ള, അന്തർലീനമായിട്ടുള്ള, ദാറ്റ് ഈസ് അണ്ടർലൈങ്, അങ്ങനെ അന്തർലീനമായിട്ടുള്ള മറ്റെന്തൊക്കെയോ ഉണ്ട്, ചില ആന്തരിക അർത്ഥങ്ങൾ. അതിന് നമുക്ക് എന്തു വേണം? ഒരു പ്രത്യേക കഴിവ് വേണം. അതാണ് അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ മൈൻഡ്. നല്ല യുക്തി വേണം, യുക്തിയിൽ ചിന്തിക്കണം, എന്നാലേ കിട്ടൂ. ഇനി അത് മാത്രം പോരാ, ഒരു കാര്യം കൂടി വേണം. അതെന്താണെന്നറിയോ? ആൻ ഐ, കണ്ണ് വേണം. സാധാ കണ്ണല്ല. എങ്ങനത്തെ കണ്ണ് വേണം? ഫോർ ഹിഡൻ മാറ്റേഴ്സ്, ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള കണ്ണ്. കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്ന് പറയാറില്ല. അതേപോലെയാണ് ചില വരികൾ, ചില പരസ്യങ്ങൾ,
പരസ്യം പറയുന്നത് ഒന്നേക്കാരം അതിനുള്ളിൽ മറ്റൊരർത്ഥത്തെ സൂചിപ്പിക്കും. അതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള കണ്ണും കൂടി വേണം. ഇത്തരത്തിലുള്ള ഒരു വായനയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ്. ഇനി ഇത്തരത്തിലുള്ള റീഡിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ ഇങ്ങനെ വായിക്കണം? അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് റിഡിൽസ്. എന്താ റിഡിൽസ് എന്ന് പറഞ്ഞാൽ? റിഡിൽസ് എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ലുകളാണ്. എന്താ റിഡിൽസ് പറഞ്ഞാൽ? പഴഞ്ചൊല്ലുകൾ. ഇപ്പൊ ഈ ഒരു പഴഞ്ചൊല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ, ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെല്ലെ തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത ആൾ വിചാരിക്കും എന്ത്, സാവധാനം കഴിച്ചു കഴിഞ്ഞാല് ഒരു പന വെട്ടിയിട്ട് അങ്ങോട്ട് തിന്ന് തീർക്കാം. അതല്ല ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്? അല്ല. അപ്പൊ അതിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ വാക്കിന്റെ അർത്ഥമല്ല അല്ലേ, അതിലുപരിയായിട്ടുള്ള അർത്ഥമുണ്ട്. ആ അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കണം? അനലിറ്റിക്കലി നമ്മൾ അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്യാനുള്ള മൈൻഡ് വേണം അല്ലേ. അതുപോലെ തന്നെ കാണാത്തത് കാണാനുള്ള കണ്ണും വേണം. ഇതുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. നമുക്ക് വായിച്ചാൽ വാക്കർത്ഥത്തിൽ ഉപരി വല്ലതും കിട്ടണമെങ്കിൽ നമുക്ക് ഈ ശേഷി വേണം. ഇതോടുകൂടി എന്ത് ചെയ്തു? റീഡിങ് ടൈപ്സ് കഴിഞ്ഞു. 1-2 ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയും ചാപ്റ്ററും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. എന്താണ് സ്കിമ്മിങ്ങും സ്കാനിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കൂ. സ്കിമ്മിങ് ഈസ് ഫാസ്റ്റ് റീഡിങ് ഫോർ എ ജനറൽ കോംപ്രിഹെൻഷൻ ഓഫ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനെ കുറിച്ച് ഒരു ജനറൽ കോംപ്രിഹെൻഷൻ, ഒരു പൊതുധാരണ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വേഗ വായന, ഒരു ഫാസ്റ്റ് റീഡിംഗ് ആണ് സ്കിമ്മിങ്. വൈൽ അതേസമയം സ്കാനിങ് ഈസ്, എന്താ സ്കാനിങ്? ഗോയിങ് ത്രൂ ലൈൻസ്, പാരഗ്രാഫ്സ് ആൻഡ് പേജസ് ക്വിക്ക്ലി ടു ഫൈൻഡ് ഔട്ട് സം സ്പെസിഫിക് ഇൻഫോർമേഷൻ. സ്പെസിഫിക് ഇൻഫോർമേഷൻ നമ്മൾ ഉദ്ദേശിച്ച ചില പ്രത്യേക ഇൻഫോർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി വേഗത്തിൽ തന്നെ ക്വിക്കായിട്ട് റീഡ് ചെയ്യും. പക്ഷേ പേജും പാരഗ്രാഫും അതുപോലെ തന്നെ ലൈൻസും എല്ലാം ഒന്നും ഒഴിവാക്കൂല. അതായത് വരികളിലൂടെയും പാരഗ്രാഫ്സിലൂടെയും പേജസിലൂടെയും നമ്മൾ ക്വിക്ക് റീഡ് ചെയ്യും, പക്ഷേ ഒന്നും സ്കിപ്പ് ചെയ്യൂല. സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഫാസ്റ്റ് റീഡിംഗ് ആണ് സ്കിമ്മിങ്. എന്നാൽ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഈസ് ആൾസോ ഫാസ്റ്റ് റീഡിംഗ് ആണ്, ബട്ട് നോട്ട് സ്കിപ്പിംഗ്. എന്തില്ല? സ്കിപ്പിംഗ് ഇല്ല. ലൈൻസും പാരഗ്രാഫ്സും പേജസും എല്ലാം നോക്കും, പക്ഷേ ഫാസ്റ്റ് ആയിട്ടാണ്. ഇനി ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്കിമ്മിങ്. എന്താണ് സ്കിമ്മിങ്ങിന്റെ ലക്ഷ്യം? എന്തിനു വേണ്ടിയാണ് സ്കിം ചെയ്യുന്നത്? സ്കിമ്മിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈസ് ടു ഗെറ്റ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ കണ്ടന്റ്. നമ്മളൊരു കണ്ടന്റ് വായിക്കുമ്പോൾ ആ കണ്ടന്റിനെ കുറിച്ച് നമുക്കൊരു ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മൊത്തത്തിലുള്ള ധാരണ. അതിനാണ് നമ്മൾ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത്. ബേർഡ്സ് ഐ വ്യൂ എന്നുള്ളൊരു ഫ്രേസാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലുള്ള ധാരണ, ജനറൽ കോംപ്രിഹെൻഷൻ, അത് കാണിക്കുന്ന അർത്ഥമാക്കുന്ന ഫ്രേസാണ് ബേർഡ്സ് ഐ വ്യൂ. നമുക്ക് വേണ്ടത് ഒരു ബേർഡ്സ് ഐ വ്യൂ ആണ്, മൊത്തത്തിലൊരു ഐഡിയ, ആകെ മൊത്തം ടോട്ടൽ കണ്ടന്റിനെ കുറിച്ചൊരു ഐഡിയ. എന്നാൽ അതേ സമയത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്കാനിങ് ഈസ്, എന്താണ് സ്കാനിങ്ങിന്റെ ലക്ഷ്യം? ടു ഫൈൻഡ് ഔട്ട്, ഫോക്കസ് ഓൺ സ്പെഷ്യൽ ഡാറ്റ. അത് സ്കാനിങ്ങിന് നമുക്ക് വേണ്ടത് സ്പെഷ്യൽ ഡാറ്റയാണ്. ആ ബുക്കിനകത്ത് മൊത്തം എന്തു പറഞ്ഞു എന്നറിയണ്ട, ആ ബുക്കിനകത്ത് നിന്നും ഒരു പ്രത്യേക വിവരം കിട്ടണം. ആ പ്രത്യേക വിവരം മാത്രം കിട്ടിയാൽ മതി. അതിൽ വേറെ എന്തൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയേ വേണ്ട. അതാണ് സ്കാനിങ്. എന്നാൽ സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് മൊത്തം അതെന്താണെന്നറിയാം, പ്രത്യേകിച്ച് അതിൽ ഒരു കാര്യം അറിയണ്ട. ഇതാണ് സ്കിമ്മിങ്ങും സ്കാനിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സ്കിമ്മിങ് എ ടെക്സ്റ്റ്? ഒരു ടെക്സ്റ്റ് സ്കിം ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സ്കിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക? നോക്കൂ. സ്കിമ്മിങ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ്. സ്കിമ്മിങ് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദ വർത്ത് ഓഫ് എ ബുക്ക് ഇൻ ദ ഹാൻഡ്. നമ്മളെ കയ്യിലുള്ള പുസ്തകത്തിന്റെ വാല്യൂ.
നമ്മളെ കയ്യിലുള്ള പുസ്തകം നല്ലതാണോ, അത് വായിക്കണോ, അത് തീരുമാനിക്കാൻ ആ പുസ്തകം മുഴുവൻ ഒന്ന് വായിക്കണ്ട. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് സ്കിം ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഇവിടേക്ക് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ചു വിടാം. അത് എങ്ങനെ ഓടിച്ചു വിടണം എന്നുള്ളത് ഞാൻ സ്കിമ്മിങ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പം അത് പറയാത്തത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, സ്കിം ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് കൊള്ളാമോ, നമ്മൾ വായിക്കണോ വായിക്കണ്ടേ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. മെനി ബുക്സ് ആർ നോട്ട് വർത്ത് ഈവൻ സ്കിമ്മിങ്. എന്നാൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അത് ചില പുസ്തകങ്ങളൊന്നും സ്കിം ചെയ്യാൻ പോലും കൊള്ളാവുന്നതല്ല. നമ്മളെ സമയം വെറുതെ കളയും. കാരണം ചില പുസ്തകങ്ങൾ സ്കിം ചെയ്താൽ തന്നെ ആ സമയം പോലും എന്താവും, വേസ്റ്റ് ആവും. അപ്പൊ സ്കിമ്മിങ്ങിന് പോലും കൊള്ളാത്ത പുസ്തകങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയാണ് ഇറ്റ് ഈസ് വേസ്റ്റ്ഫുൾ. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ആണ്. എന്ത് വേസ്റ്റ് ആണ്? ടു റീഡ് എ ബുക്ക് സ്ലോലി വെൻ ഇറ്റ് ഈസ് ഓൺലി സ്യൂട്ടബിൾ ഫോർ എ ക്വിക്ക് റീഡിങ്. അതായത് ഒരു പുസ്തകം അത് ഒരു ക്വിക്ക് റീഡിങ് നടത്തിയാൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി, ഒന്ന് വേഗം ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. അങ്ങനെ നോക്കിപ്പോണ്ട ഒരു പുസ്തകം നമ്മൾ വെറുതെ ഇരുന്ന് ഒരുപാട് സമയം ചെലവഴിച്ച് മെനക്കെട്ട് സ്ലോ ആക്കി വായിക്കാന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല, നമ്മുടെ സമയം പോയി കിട്ടും. അപ്പൊ ആ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? സ്കിമ്മിങ്ങിന്റെ ഒരു ഗുണമാണത്. Skimming is important when the reader is not sure about the relevance of the book. നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ബുക്ക് തന്നു, ആ പുസ്തകത്തിന്റെ റെലവൻസ്, ആ പുസ്തകത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് വലിയ ഉറപ്പില്ല. അത് വായിക്കണോ, സമയം വേസ്റ്റ് ആവോ, ബുക്ക് റെലവൻ്റ് ആണോ, നമുക്കത് അറിയില്ല. അപ്പൊ നമ്മൾ വെറുതെ വായിച്ച് സമയം കളയണ്ട. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്താൽ മതി. അത്തരം സാഹചര്യങ്ങളിൽ സ്കിമ്മിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എത്തരം സാഹചര്യങ്ങളിൽ? വെൻ ദ റീഡർ ഈസ് നോട്ട് ഷുവർ അബൌട്ട് ദ റെലവൻസ് ഓഫ് ദ ബുക്ക്. ഒരു ബുക്കിന്റെ പ്രാധാന്യം വലിയ ഉറപ്പില്ലെങ്കിൽ അത് നമ്മൾ ക്ലോസ് റീഡിങ് നടത്തി സമയം കളയണ്ട. ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്താൽ മതി. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ സ്കിമ്മിങ്ങിനാണ് പ്രാധാന്യം. സ്കിമ്മിങ് ഈസ് അഡ്വൈസബിൾ. നമുക്ക് സ്കിമ്മിങ് മറ്റൊരാൾക്ക് അഡ്വൈസ് ചെയ്യാം, മറ്റൊരാൾക്ക് ഉപദേശിക്കാം, മറ്റൊരാളോട് പറയാം നിങ്ങൾ സ്കിം ചെയ്താൽ മതി. എപ്പോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി? ടു ഒബ്റ്റെയിൻ എ സെൻസ് ഓഫ് എ ബുക്സ് ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ. അതായത് ഒരു വ്യക്തിക്ക് ആ പുസ്തകത്തിന്റെ സ്ട്രക്ചറും ഷേപ്പും, ആ പുസ്തകത്തിന്റെ ഘടന, അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ്, ഇത് മാത്രം അറിഞ്ഞാൽ മതി. ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങളെ തറവായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് അറിയണമെന്നില്ല. ജസ്റ്റ് ആ പുസ്തകത്തിന്റെ സ്ട്രക്ചർ, ഒരു ഔട്ട്ലൈൻ കിട്ടിയാൽ മതി, ഒരു രൂപരേഖ. അപ്പൊ അത്തരം ഒരു കാര്യം നമ്മളോട് ഫ്രണ്ട്, നമ്മളെ സുഹൃത്ത് പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഫ്രണ്ടിന് നമ്മൾ എന്ത് ചെയ്യാം? സ്കിമ്മിങ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അറിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്ത്? ആ സ്കിമ്മിങ്ങിന്റെ സ്റ്റേജുകൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെ? ജസ്റ്റ് അതില് ടേബിൾസ് ഒക്കെ നോക്കി പോവാം. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ആ ചാപ്റ്റേഴ്സിന്റെ ഇൻട്രൊഡക്ടറി ഓർ കൺക്ലൂഡിങ് പേജസ്, ആ ഭാഗം ഒന്ന് നോക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സമ്മറി ഉണ്ടായിരിക്കും, മുഴുവൻ വായിക്കണ്ട, അല്ലേ? അപ്പൊ ഇത്തരത്തില് നമുക്കൊരു പുസ്തകത്തെ കുറിച്ച് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, ആ പുസ്തകത്തിന്റെ സ്ട്രക്ചറും അതിന്റെ ഷേപ്പും ഒന്ന് അറിഞ്ഞാൽ മതിയെങ്കിൽ ഇറ്റ് ഈസ് അഡ്വൈസിബിൾ ടു സ്കിം. അവരോട് നിങ്ങൾ സ്കിമ്മിങ് അഡ്വൈസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇതോടുകൂടി നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. മൂന്നാമത്തെ യൂണിറ്റ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് നാലാമത്തേതാണ്, അതായത് അനലൈസിങ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. ഈ നാലാമത്തെ യൂണിറ്റ്, രണ്ടാമത്തെ ബ്ലോക്കിലെ അനലൈസിങ് ലിറ്ററേച്ചർ. അപ്പോൾ ആ അനലൈസിങ് ലിറ്ററേച്ചറിൽ പ്രോസ്, പ്രോയം, ഒരു ഷോർട്ട് സ്റ്റോറി, ഇത് മൂന്നും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് തീർന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഗ്രാമറിന്റെ സെക്ഷനാണ് വരുന്നത് കേട്ടോ. കാരണം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മുടെ ഈ പേപ്പറിൽ പിന്നെ വരുന്നത് ഗ്രാമറിന്റെ ഒരു സെക്ഷനാണ്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞാൽ ആ സെക്ഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇത് മീൻസ് നാലാമത്തെ യൂണിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കാണണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. എക്സാം ഒക്കെ വരികയല്ലേ? ഓക്കെ, നന്നായിട്ട് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.